തിരുവനന്തപുരം ന്യൂ തിയേറ്ററിലോ എറണാകുളം ഷേണായിസിലോ കോഴിക്കോട് ക്രൗൺ തിയേറ്ററിലോ ഇരുന്ന് അവതാർ കാണുകയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇത് തിരുവനന്തപുരം DPI ജംഗ്ഷനിലെ ഒരു കടമുറിയാണ്. ഹോം തിയേറ്റർ സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന മുറി വെറും മുറിയല്ല, ഇതാണ് മിനി തിയേറ്റർ. ഒരു വീട്ടിൽ ഇത് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ പേര് ഹോം തിയേറ്റർ. 92 ഇഞ്ച് സ്ക്രീനിൽ വീഡിയോ പ്രൊജക്ടർ വെച്ച് കാണുന്ന സിനിമയുടെ ശബ്ദ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് 5 സ്പീക്കറുകളിലാണ്. ഈ ഓഡിയോ വീഡിയോ റിസീവറാണ് മികച്ച ശബ്ദ ദൃശ്യ സംവിധാനത്തിന് പിന്നിൽ. മുറിയുടെ ചുവരുകൾ പ്രത്യേകം തിയേറ്റർ സംവിധാനത്തിനായി ഒരുക്കിയിരിക്കുന്നു. ഒപ്പം അത്യാധുനിക ഇരിപ്പിടങ്ങളും. ഇരിപ്പിടം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സ്വിച്ച് അമർത്തിയാൽ ഇത് കിടക്ക പോലാകും. അതിൽ കിടന്ന് ദാ ഇങ്ങനെ സിനിമ കാണാം. ഇനി ചിലവിന്റെ കാര്യം പറയാം. 2 ലക്ഷം രൂപയ്ക്ക് മുതൽ നല്ല ഒരു ഹോം തിയേറ്റർ ഒരുക്കാം. ഉപകരണങ്ങളുടെ നിലവാരം കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും. 7 ലക്ഷത്തോളം രൂപ മുടക്കിയാൽ അടിപൊളി തിയേറ്റർ ഒരെണ്ണം വീട്ടിൽ തയ്യാറാകും. 70-80 ലക്ഷങ്ങൾ മുടക്കി വീട് പണിയുന്നവർക്ക് ഇതൊക്കെ നിസ്സാരം മാത്രം. ഇതുകൊണ്ടൊന്നും ആഡംബരം പോരാ എന്നുള്ളവർക്കായാണ് ഇനി പറയുന്നത്. 5 കോടി രൂപയ്ക്ക് വരെ ഹോം തിയേറ്റർ ഒരുക്കാനാകും. JBL സിന്തസിസ് എന്ന 11 സ്പീക്കർ സംവിധാനത്തിന്റെ വില മാത്രം 2 കോടി. അവ ഉപയോഗിച്ച് വീട്ടിൽ ഹോം തിയേറ്റർ ഒരുക്കുമ്പോൾ ആകെ ചിലവ് 5 കോടിയാകുമ്പോൾ അതിൽ അത്ഭുതപ്പെടേണ്ട. ഒട്ടുമിക്ക ആർക്കിടെക്റ്റുകളും ഇപ്പോൾ വലിയ വീടുകൾക്ക് പ്ലാൻ വരയ്ക്കുമ്പോൾ അവിടെ ഹോം തിയേറ്ററിനുള്ള ഇടം കൂടി ചേർക്കും. കേരളത്തിൽ ആരും തന്നെ അത്രയ്ക്ക് അവെയർ അല്ല ഇതിനെക്കുറിച്ച്. ഒരു ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു പഴയ കൺസെപ്റ്റാണ് എല്ലാവർക്കും ഉള്ളത്. നോർമൽ TVയുടെ കൂടെ 5.1 സ്പീക്കർ സിസ്റ്റം കണക്ട് ചെയ്യുന്നത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാവരുടെയും ആദ്യം അവെയറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു ടാസ്ക്. മെയിനായിട്ട് പുതിയതായിട്ട് വീട് വെക്കുന്നവരെയും ആർക്കിടെക്ട്സിനെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പം അവരെ നമ്മൾ മാർക്കറ്റ് ചെയ്യാനാണ് ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. മികച്ച ഇന്റീരിയർ സംവിധാനം ഒരുക്കുന്നതിനാൽ അകത്തുണ്ടാകുന്ന ശബ്ദങ്ങളൊന്നും പുറത്തേക്ക് കേൾക്കില്ല. അങ്ങനെ ആദ്യമായി ഞാനും ബിഗ് സ്ക്രീനിലെത്തി. അതിനെ സഹായിച്ചത് ഹോം തിയേറ്റർ സൊല്യൂഷൻ എന്ന ഈ സ്ഥാപനവും ഇവിടുത്തെ സുഹൃത്തുക്കളും. ഇവർ ഒരുക്കുന്ന ഹോം തിയേറ്ററിൽ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു സംശയം, ഇതല്ലേ തിയേറ്ററിനേക്കാൾ മികച്ചത്? ബിഗ് സ്ക്രീനിലെ എനിക്കൊപ്പം മിനി സ്ക്രീനിൽ നിന്നും രഞ്ജിത്ത് നായർ, അമൃത ന്യൂസ്.